യാക്കോബ് സഭയിലെ സഭാത്മകമായ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അപ്പോസ്തലനാണ്. യാക്കോബാണ് പറയണത്. അതുപോലെ ഫിലിപ്പോസ് ഏത് കൊലക്കൊമ്പൻ്റെ മേലും ഒരു നിർഭയമായിട്ട് സുവിശേഷം പങ്കുവെക്കാൻ വേണ്ടി അഭിഷേകം പ്രാപിച്ച ഒരു പ്രേക്ഷിതനാണ് ഫിലിപ്പോസ്. ഈ രണ്ട് കക്ഷികളെ നമുക്ക് ബൈബിളിൽ നോക്കാം. യാക്കോബ് പറയണമെന്ന് നോക്കിയേ, നിങ്ങൾ വിശന്ന് വരുന്ന ആൾക്കാരോട് അവിടെ ഇരിക്കുക, തീ കായുക എന്നൊക്കെ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കണില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തെ അവനവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ഇരുട്ടത്ത് അങ്ങനെ ക്രിസ്ത്യാനിറ്റി അങ്ങനെ വിശ്വാസം പരിപാലിച്ച് പോകാൻ പറ്റത്തില്ല എന്നുള്ള കാർക്കശ്യമായ നിലപാട്, സത്യസന്ധ നിലപാടെടുക്കുന്നത് ആദിമസഭയിലെ യാക്കോബാണ്. യാക്കോബ് 2:15 മുതലേ ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ ചുമ്മാ മെയ്യിട്ട് കൊള്ളാത്ത കുറെ സാന്ത്വനവചനങ്ങൾ. അപ്പം അതിൻ്റെ അപ്പോസ്തല കാലത്ത് തന്നെ ഇതുപോലെയുള്ള കാപഠ്യം ഉണ്ടായിരുന്നല്ലേ എൻ്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയത്തിൽ ഇതിനെ ബ്രേക്ക് ചെയ്യണ യാക്കോബാണ്. കാര്യം യാക്കോബ് പറയും, വിശ്വാസം കൊണ്ട് മാത്രം കാര്യമില്ല, വിശ്വാസം പ്രവൃത്തികളാൽ സാധൂകരിക്കപ്പെടണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യാക്കോബ് 2:17. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അപ്പോൾ എന്താ, വിശ്വാസത്തിൻ്റെ സജീവ വിശ്വാസമുണ്ട്, നിർജീവ വിശ്വാസമുണ്ട്. അത് ആ വിശ്വാസത്തെ ഇങ്ങനെ കൊണ്ടുവന്ന യാക്കോബാണ്. നമുക്ക് ഒത്തിരി പേരുടെ വിശ്വാസം നിർജീവമാകുന്നതിൻ്റെ കാരണം പ്രവൃത്തികളില്ലാത്തതാണ്. ഉടമ്പടിയിൽ സജീവമായ സാക്ഷ്യം പറഞ്ഞാൽ എങ്ങനെയാണ്? പ്രവൃത്തികൾ മൂലം അതിനെ സജീവമാക്കിയിട്ടാണ്. പ്രവൃത്തികൾ മൂലം നിങ്ങളുടെ ഉടമ്പടിയും നിങ്ങളുടെ വിശ്വാസ ജീവിതം സജീവമാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്.